ഇന്ന് നമ്മൾ ചെറുപയർ വെച്ചിട്ട് നല്ലൊരു അടിപൊളി കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ചെറുപയർ എടുത്തതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കുക. പിന്നെ അതിൽ കല്ല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളയുക. എന്നിട്ട് വെള്ളം ഒഴിച്ച് വെക്കുക. അപ്പോൾ ഞാനിത് രാത്രിയാണ് വെള്ളം ഒഴിച്ച് വെക്കുന്നത്. ഇനി ഇത് രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാകും. അടച്ച് വെക്കണം കേട്ടോ. ഞാൻ അടയ്ക്കണമൊന്നും ഇപ്പോൾ ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അത് രാവിലെ ആയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കിയപ്പോഴേക്കും ഇത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. നല്ലവണ്ണം കുതിരണം. നമ്മളിതിന് മുമ്പിൽ ചെറുപയർ വെച്ചിട്ടൊരു തോരൻ്റെ റെസിപ്പി ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്നൊരു കമൻറ്റാണ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ബാഡ് സ്മെല്ല് വരുന്നതെന്ന്. ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങളാക്കി വെച്ചാൽ ഒരു സ്മെല്ലും വരില്ല കേട്ടോ. അപ്പോൾ രാവിലെ എടുത്തതിന് ശേഷം ഞാനിത് ഒരു അരിപ്പ പാത്രത്തിലേക്ക് കൊട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഇങ്ങനെ തന്നെ മൂടി വെക്കുകയാണ്. ഇത് രാവിലെയാണ് ഇത് മൂടി വെക്കണത്. ഇപ്പോൾ അതാ രാത്രി ആയിട്ടുണ്ട് കേട്ടോ. രാത്രി ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയതാണ്. എല്ലാം നന്നായിട്ട് മുള വന്നിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ തന്നെ പുറത്തിരുന്നിട്ടുണ്ട് പറഞ്ഞാൽ ഒരു സ്മെല്ല് വരും, ഒരുപാട് മുളയ്ക്കും. അപ്പോൾ നമ്മളിത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ ഒരു ഡപ്പിയിലാക്കിയിട്ട് അടച്ച് വയ്ക്കുക. പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിത് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനും അതങ്ങനെ രാത്രി ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് എത്ര ദിവസം വേണമെങ്കിലും കഴിയുന്ന വരെ നമ്മൾ ഉപയോഗിച്ചാലും ഒരു സ്മെല്ലും ഉണ്ടാവില്ല. നിങ്ങളതുപോലെ ഒന്ന് ചെയ്ത് നോക്കി. അപ്പോൾ അതാ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമുക്ക് ആവശ്യത്തിന് കറി വെക്കാനുള്ളത് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഉണ്ടാക്കുന്നത് ഒരു മൺചട്ടിയിലാണ് കേട്ടോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മൺചട്ടിയിൽ നമ്മൾ ചെറുപയർ ഇട്ടതിന് ശേഷം അതിലേക്ക് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ വേവും കേട്ടോ. നമ്മൾ മുളപ്പിച്ച കാരണം കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി അത് അവിടെ കിടന്ന് ഒന്ന് തിളക്കട്ടെ. തിള വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല ഒന്ന് ഉണ്ടാക്കാം. അതിന് ഞാൻ കുറച്ച് ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. 1 ഗ്രാമ്പു, 1 ഏലക്ക, 1 തുണ്ട് പട്ട, ഒരു 5-6 കുരുമുളക്, 1/2 ടീസ്പൂണ് വലിയ ജീരകം, ഇതെല്ലാം പാടെ ഇട്ടിട്ട് അതിൻ്റെ ഒന്ന് ഫ്ലേവർ ഒന്ന് വരും എണ്ണയിലിടുമ്പോൾ. തീ ലോയിലാക്കി കൊടുക്കുക കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിലാക്കുക. അതിൻ്റെ ഫ്ലേവർ വരുന്ന സമയത്ത് ഒരു 5-6 വെളുത്തുള്ളി, ഒരു തുണ്ട് ഇഞ്ചിയും കൂടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒന്ന് പച്ചമണം മാറിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ആ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 3 മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളകാണ്. അതുപോലെ തന്നെ ഒരു പിടി, ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഞാൻ മുറിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ വെന്ത് തുടയും. ഇനി ഇത് ഒരുപാട് വെന്തിങ്ങനെ ബ്രൗൺ കളറാവേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് വഴന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഉള്ളിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരില്ലേ. ആ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിരകാൻ മടിയുള്ള കാരണം കൊണ്ടിട്ടാണ്, പൂണ്ടിട്ടാണ് ഞാൻ എടുക്കൽ. കുറച്ച് തേങ്ങ ഇട്ടതിന് ശേഷം അതും ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അതെല്ലാം അതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാനിതിലേക്ക് 2 തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി അതുപോലെ തന്നെ നമുക്കൊന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടുമൊന്നും വേണ്ട, വെന്ത് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇതിൻ്റെ എല്ലാം ഒന്ന് പച്ചമണം മാറിപ്പോകണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്ന് മറന്നു പോകരുത് കേട്ടോ. ഇപ്പോൾ ഇതാ എല്ലാം നന്നായിട്ട് വഴന്ന് വെന്ത് സോഫ്റ്റായി വന്നിട്ട് ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കാം. അതിന് ഞാൻ 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂണ് മുളക് പൊടിയും, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പൊടികൾ ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ നിങ്ങൾ വെക്കണ കറിക്കനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. ഓഫാക്കിയതിന് ശേഷമാണ് മുളക് പൊടികൾ ഇട്ട് കൊടുത്തത്. ഇത് ഇരുമ്പ് ചട്ടിയായ കാരണം കൊണ്ട് പെട്ടെന്ന് നല്ല ചൂടുണ്ടാവും. അപ്പോൾ ഞാനത് പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം ഞാനത് ചട്ടിയിൽ നിന്ന് വേഗം കോരിയെടുക്കുന്നുണ്ട്. ഇനി അത് അവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ചൂടാറണം നമുക്ക്. ഇത് അവിടെ ഇരിക്കട്ടെ. നമുക്കിത് 1 ടീസ്പൂണ് പച്ചരിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം. ചോറ് വെക്കുന്ന അരിയോ മട്ടരിയോ പുഴുങ്ങലരിയോ പൊന്നരിയോ ഏത് അരി വേണമെങ്കിലും എടുക്കാം. 1 ടീസ്പൂൺ അരി എടുത്ത് നന്നായിട്ടൊന്ന് വറുത്ത് അതിൻ്റെ ഒന്ന് മുരിഞ്ഞ് വരില്ലോ, കരിയരുത്. ആ സമയത്ത് ഞാൻ അതും ചട്ടിയിൽ നിന്നിട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാനും അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് തേങ്ങ കൂട്ടാണ്ടിരുന്നത്. ഇനി അതും അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും ഇത് നമ്മുടെ ചെറുപയറൊക്കെ വെന്തിട്ടുണ്ട്. തിളച്ചപ്പോഴേക്കും തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ചെറുപയർ ഇതേപോലെ മുളപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ കൊളസ്ട്രോളിൻ്റെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ മുളപ്പിച്ച കാരണം കൊണ്ട് അതിലത്തെ കൊഴുപ്പ് പോകും. അപ്പോൾ മുളപ്പിച്ച ചെറുപയറിന് ഞാൻ വേവിച്ച ചെറുപയറിന് ഞാൻ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. 1 സ്പൂണ് പയറെടുത്തതിന് ശേഷം ഞാനത് മൂടി വയ്ക്കുന്നുണ്ട്.
ഇനി ഇതെല്ലാം പാടെ നമ്മൾ വറുത്ത് വെച്ച മസാലകളെല്ലാം പാടെ നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെറുപയർ, അരി, നമ്മൾ ഉള്ളിയും തക്കാളിയും ഒക്കെ പാടുള്ള മസാല ഒക്കെ പാടെ ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. അരയണില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം പോലെ അരച്ചെടുക്കണ്ട. നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ ചെറുപയർ വെന്തതിന് ശേഷം ഞാൻ ഒന്നും ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഉടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കിട്ടില്ല ടേസ്റ്റാണ്. ഇത് അപ്പത്തിൻ്റെ കൂടെ, പൊറോട്ടൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, ഏത് കറിൻ്റെ പലഹാരത്തിൻ്റെ കൂടെയും കഴിക്കാം, ചോറിൻ്റെ കൂടെയും കഴിച്ച് നോക്കാം. നല്ല കിട്ടില്ല മണമാണ്, നല്ല ടേസ്റ്റുമാണ്. നമ്മൾ ഇറച്ചിക്കറിയൊക്കെ മാറ്റി വെക്കും, അത്രയ്ക്ക് നല്ലൊരു മണമാണ് കിട്ടത്. അപ്പോൾ അത് ഞാൻ അരച്ച തേങ്ങ ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അത് അവിടെ ഇരുന്നിട്ട് നമ്മൾ അരച്ച അരപ്പൊന്ന് നന്നായിട്ട് തിളച്ച് വെന്ത് കിട്ടണം കേട്ടോ. ഞാനവിടെ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഞാൻ അതിലേക്ക് കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇടുന്നത്. ഇല്ല, നിങ്ങളുടെ അടുത്ത് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മസാലയൊക്കെ വറുത്തില്ലേ, ആ സമയത്തിന് 1 ടീസ്പൂണ് ചെറിയ ജീരകം ഒന്ന് അതിൻ്റെ കൂടെ ഒന്ന് വറുത്തെടുത്താൽ മതിട്ടോ. ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണം ഒന്ന് മാറി കിട്ടണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം ഞാനിതാ തുറന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇത് ചട്ടിൻ്റെ ചൂടിൽ ഇരുന്നിട്ട് തിളയ്ക്കണം കേട്ടോ. മസാല നല്ലവണ്ണം വെന്ത് കിട്ടണം. നോക്കിയാൽ ഉപ്പും മുളകും പുളിയും എല്ലാം കറക്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും പോരാൻ തോന്നുകയാണെങ്കിൽ ഇട്ടാൽ മതി. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു താളിപ്പിടാം. അതിന് ഞാൻ ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരണം കേട്ടോ. പൊട്ടി വരുന്ന സമയത്ത് ഞാനെങ്കിൽ ചെറിയ ഉള്ളിയാണ് ഇടുന്നത് തൂമിക്കാൻ വേണ്ടിയിട്ട്. ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് ഒരു ഗോൾഡൻ കളറായിട്ട് വരണം. അതിന് ശേഷം ഞാനതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വറമുളകും ഞാനതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. നിങ്ങളെല്ലാവരും ഈ കറി ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിപ്പിക്കാനൊന്നും മറന്നു വരരുത്. പിന്നെ നമ്മുടെ വറവ് ചാറിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് മൂടി വെക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഒന്ന് മൂടി വെക്കുക. അതിൻ്റെ ഫ്ലേവർ മുഴുവനും ചാറിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇരിക്കും തോറും നന്നായിട്ട് കുറുകി വരും കേട്ടോ. ഇപ്പോൾ കണ്ടോ, ചാറ് കുറുകി വരുന്നുള്ളൂ. ഞാൻ വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നിട്ടാണ് ഇട്ടത്. ഇത് എത്ര നേരം ഇരിക്കും തോറും നന്നായിട്ട് അത് കുറുകി നല്ല ടേസ്റ്റോടു കൂടി, നല്ല മണത്തോടു കൂടി, നല്ല കിടിലൻ ചെറുപയർ കറിയാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരുടെ കൊണ്ടും അസ്സലാമു അലൈക്കും. ഓക്കെ, താങ്ക് യു, ബൈ. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.